وحسن الخواتم ويستسقى الغمام الوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ ثواب ما قرأناه وما صليناه. هذه هدية واصلة ورحمة نازلة وبركة شاملة إلى حضرة نبينا وشفيعنا وحبيبنا وهادينا مصطفى محمد صلى الله عليه وسلم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അഭിവന്ദരായ മജ്‌ലിസ് ഇന്തിസാബിൻ്റെ സമാദരണീയനായ സ്വാഗത സംഘം ചെയർമാൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, സമസ്തകല ജമിയത്തുല്ലമയുടെ സമാദരണീയനായ അധ്യക്ഷൻ ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് അവർകളെ, ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളെ, സ്റ്റേജിൽ സന്നിഹിതരായ ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഉലമാക്കളെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അഹ്ലുസുന്നത്ത് വ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അനുഭാവികളെ, സഹോദരങ്ങളെ, ഈ മഹത്തായ സംരംഭത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മെ ഇന്നലകളിൽ നയിച്ച മഹാന്മാരെയും ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നവരെയും ഇതിനെ വിദേശത്തു നിന്നുകൊണ്ടും സ്വദേശത്തു നിന്നുകൊണ്ടും നിറകണ്ണുകളോടുകൂടി സന്തോഷപൂരിതമായി അശ്രുകണകൾ പൊടുക്കിക്കൊണ്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ 21 വർഷം പൂർത്തീകരിക്കപ്പെട്ടതിൻ്റെ അനുഗ്രഹീതമായ നാളുകൾക്ക് തികച്ചും ചരിത്രത്തിൽ ഏറ്റവും സാക്ഷ്യം നൽകിക്കൊണ്ട് മജ്‌ലിസ് ഇന്തിസാബ് എന്ന നാമധേയത്തിൽ സുസജ്ജമായ 10,000 സന്നദ്ധരായ പ്രവർത്തകന്മാരെ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ സമാപന സമ്മേളനം, അല്ലെങ്കിൽ 2020 വരെ 2020ലേക്ക് പര്യാപ്തമായൊരു സമൂഹത്തെ സമർപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ കാൽവെപ്പ് ഈ മഹനീയമായ സദസ്സിൽ അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ആരംഭിക്കുകയാണ്. മുഴുവൻ സഹോദരന്മാരെയും ആദ്യമായി വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു. തെക്കും വടക്കുമുള്ള സകലമാന റോഡുകളും ബ്ലോക്കായ ഒരു സന്ദർഭത്തിലാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അറബിക്കടലിൻ്റെ തീരം വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ മുമ്പ് ഇതേ അറബിക്കടലിൻ്റെ തീരത്ത് കുറച്ചപ്പുറത്ത് ഒരു ബീച്ചിൽ ജനസാഗരം സംഗമിച്ചപ്പോൾ മഹാനായ KT ഉസ്താദ് നമ്മുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിട പറഞ്ഞുപോയി. അവിടം നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ അന്നത്തെ സങ്കടത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഒട്ടേറെ മഹാന്മാർ വഫാത്തായിട്ടുണ്ട്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കം ഒരുപാട് നായകന്മാർ നമ്മിൽ നിന്നുകൊണ്ട് വിട പറഞ്ഞുപോയി. മഹാനായ ചെമ്പരിക്ക ഖാലി നവറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവരടക്കം അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അവരുടെ ഓർമ്മപ്പെടുത്തലുകളും അവർ നയിച്ച പാതയിലും പാന്താവിലും വീണ്ടും പിന്തുടരാൻ അഹ്ലുസുന്നത്ത് വ ജമാഅത്ത് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നുകൊണ്ടും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നുകൊണ്ടും കോഴിക്കോടിനെ ലക്ഷ്യമാക്കി ഇപ്പോഴും ജനസാഗരം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അറബിക്കടലിൻ്റെ തിരമാല എത്ര കണ്ടുകൊണ്ടാണ് ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്ര കണ്ടുകൊണ്ട് മനുഷ്യസാഗരം അഹ്ലുസുന്നത്ത് വ ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരാൽ ഈ നഗരി വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളം SKSFന് വളരെ അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒട്ടേറെ വർത്തമാനങ്ങൾ പറയാനുണ്ട്. വിശദമായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വേദിയായും
ആകാശത്തിൻ്റെ താഴെയും ഭൂമിക്ക് മേലെയുമായി അള്ളാഹു അനുഗ്രഹിച്ച ഏറ്റവും വലിയ പ്രസ്ഥാനമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളീയ മുസ്ലിം സമൂഹത്തെ മാത്രമല്ല, ലോകത്താകമാനമുള്ള ജനസമൂഹത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ 85 വർഷക്കാലം ആരാലും എതിർപ്പുകളും ഭീഷണികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ സുന്ദരമായിരിക്കുന്നൊരു പ്രസ്ഥാനത്തെ മുന്നോട്ട് ഗമിച്ചുകൊണ്ട് യാഥാസ്ഥികത്വത്തെയും നവോത്ഥാനത്തെയും പരസ്പരം സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഏക പ്രസ്ഥാനം. യാഥാസ്ഥികത്വം എന്ന പറഞ്ഞുകൊണ്ട് സുന്നികളെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ 1000 തവണ യാഥാസ്ഥികൻ എന്നാരോപിച്ചാലും 1001ാമത്തെ തവണ കേൾക്കാൻ പൂതിയോടെ ലോക സുന്നികൾ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. എന്തുകൊണ്ടെന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പദമാണ് ആദ്യത്തെ പ്രമേയമെങ്കിൽ അതാണ് യാഥാസ്ഥികത്വത്തിൻ്റെ പ്രമേയം. പഴമയെ അതേപടി പിന്തുടരലാണ് എന്നതാണ് യാഥാസ്ഥികത്വത്തിൻ്റെ പദത്തിൻ്റെ അർത്ഥമെങ്കിൽ സുന്നികൾ തന്നെയാണ് യാഥാസ്ഥികന്മാർ. അതോടൊപ്പം നവോത്ഥാന പ്രവർത്തനത്തെയും സുന്നികളാണ് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വർത്തമാന കേരളത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ഒട്ടേറെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. വിദ്യാഭ്യാസപരമായിരിക്കുന്ന പുരോഗതിയും സ്ത്രീത്വത്തെ സമ്മതിക്കുകയും ചെയ്തത് സുന്നികളാണ്. സ്ത്രീ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മംഗമാരെ തെരുവിലിറക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ സ്ത്രീയുടെ സാഹിത്യത്തെയും അവർ നൽകിയ സംഭാവനകളെയും സമൂഹത്തിന് പറയാനും പാടാനും പുകഴ്ത്താനും അത് പുണ്യമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെയും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെയും പൊതുലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് സാഹിത്യത്തിൻ്റെ നവോത്ഥാനം സ്ത്രീത്വത്തിലൂടെ സമർപ്പിക്കുന്നത് സമസ്ത മാത്രമാണ്. അതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീത്വവും സ്ത്രീയുടെ നവോത്ഥാനവും അവകാശപ്പെടാൻ കഴിയുന്ന പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സുന്നികൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് സമസ്തയാണ്. രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു, കേരളത്തിലെ മുസ്ലിമീങ്ങളാണ് വിദ്യാഭ്യാസപരമായി 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്ത്. മുസ്ലിമീങ്ങളുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന രജീന്ദ്രൻ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ കേരള മുസ്ലിമീങ്ങളാണ് വിദ്യാഭ്യാസപരമായി ഉയർച്ചയെങ്കിൽ അതിൻ്റെയും പ്രധാന കാരണം 90% മുസ്ലിമീങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൂടിയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ നവോത്ഥാനവും സമസ്ത സമൂഹത്തിന് സമർപ്പിക്കുകയായിരുന്നു. 401 വർഷക്കാലം പഴക്കമുണ്ടായിട്ടും കോഴിക്കോട്ടുകാരനായ മഹാനായ ഖാലി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ച മുഹിദ്ദീൻ മാല ഇന്നൊരും പത്തരമാറ്റിൻ്റെ തിളക്കത്തോടുകൂടി സാഹിത്യത്തിൻ്റെ രാജകീയ സിംഹാസനത്തിൽ ഉയർന്നിൽക്കുന്നുവെങ്കിൽ സാഹിത്യരംഗത്ത് മുഹിദ്ദീൻ മാല നൽകിയ സംഭാവനയും 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇതേ കോഴിക്കോട്ട് വെച്ചുകൊണ്ടാണ് കലാസാഹിത്യ മത്സരം നമ്മൾ കണ്ടത്. കോഴിക്കോട് ജില്ലയ്ക്ക് 1ാം സ്ഥാനം നേടിക്കൊടുക്കാനുള്ള കാരണം മാപ്പിളപ്പാട്ടും മാപ്പിള സാഹിത്യവും കലയുമാണ് എന്ന് ജഡ്ജിമാർ ഒത്തരംഗം വിധി എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം മോയിൻകുട്ടി വൈദ്യരുടെ പടപ്പാട്ടും പടപ്പാട്ടും ഇസ്ലാമിക സാഹിത്യത്തിൻ്റെ രംഗത്ത് മാപ്പിള കലയിൽ ഇന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മോയിൻകുട്ടി വൈദ്യർ രചിച്ച പാട്ടും കേരളത്തിൻ്റെ അഗ്രേസരായിരിക്കുന്ന കലാകാരന്മാർ വരച്ച കലകളും ഷിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ചവരായിരുന്നു കേരളത്തിൻ്റെ നേതൃത്വത്തിൽ നവോത്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ സാഹിത്യം മാപ്പിള കലയിൽ എന്ന് കുടിച്ചു മൂടപ്പെട്ടേനെ. അവൻ്റെ ഷിർക്കാരോപണത്തിൻ്റെ മുമ്പിലും ഉജ്ജ്വലമായ സാഹിത്യത്തെ അവൻ്റെ മുഴുവൻ എതിർപ്പുകളെയും തണവിൽ ഗണിച്ചുകൊണ്ട് ഉയർച്ചയിൽ കൊണ്ടുവന്നത് സുന്നികളാണെങ്കിൽ നവോത്ഥാനവും അതോടൊപ്പം തന്നെ യാഥാസ്ഥികത്വവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന അത്ഭുതപരമായ പ്രവർത്തനം നടത്തുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലോകത്തിലെ സമാനതകളില്ലാത്ത പ്രസ്ഥാനമാണ്. സമസ്തക്കെതിരെ കടന്നു വന്ന സകലമാന പ്രസ്ഥാനങ്ങളും ജീവിതത്തിൻ്റെ യാത്രയിൽ അവർ ചരമഗീതം കുറിക്കപ്പെടുകയായിരുന്നു. സുന്നികൾ ഷിർക്കാരോപിച്ചുകൊണ്ട് കടന്നു വന്ന സംഘടന 2ആയി പിളർന്നപ്പോൾ ഇന്ന് ആ സംഘടന അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഖീദയിൽ ഒരു വിഭാഗം സുന്നികളായി എന്നാണ്. മറുഭാഗം ഇവരെ ആരോപിക്കുന്നത് ഫിഖ്ഹിൽ നിങ്ങളും സുന്നിയായി എന്നാണ്. സുന്നികളെ അഖീദയിലും ഫിഖ്ഹിലും ബിദ്അത്തും ഷിർക്കും ആരോപിച്ചുകൊണ്ട് പോയവർ ഒരു ഭാഗത്തോളം പാതി സുന്നിയാവുകയും മറുഭാഗം മറ്റേ പാതി സുന്നിയാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അറബിക്കടലിൻ്റെ തീരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് SKSFൻ്റെ 21ാം വാർഷിക സമ്മേളനത്തിൽ മജ്ലിസ് ഇന്തിസാബിൽ ബഹുമാനപ്പെട്ട